ശമ്പളം കൃത്യമായി നൽകുക, DA കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം തുടങ്ങിയിരിക്കുകയാണ് TDF. ഇപ്പോൾ വിൻസെന്റ് MLA തന്നെ നമുക്കൊപ്പമുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉയർത്തുന്നത്? ഒന്ന്, ശമ്പളം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ന് വരെ ശമ്പളം കൃത്യമായി നൽകിയിട്ടില്ല. അപ്പോൾ പഴയ മന്ത്രി മാറി പുതിയ മന്ത്രി വന്നു. ഞങ്ങൾ 3-4-5 മാസം ഒരു സമരവുമില്ലാതിരുന്നു. മന്ത്രി പറഞ്ഞത് 1-ാം തീയതി ജനുവരി 1 എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ശമ്പളം 1-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങും എന്ന് മന്ത്രി പറഞ്ഞു. ഇന്നിപ്പോൾ ജനുവരി മാസം 9-ാം തീയതിയായി. ഈ 9-ാം തീയതി ആയിട്ടും മന്ത്രി വാക്കു പാലിക്കുന്നില്ല. 32% DA കുടിശ്ശികയാണ്. തൊഴിലാളികളിൽ നിന്ന് പിടിക്കുന്ന ഒരു തുകയും യഥാസ്ഥാനങ്ങളിൽ അടയ്ക്കാതെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കവർച്ച നടത്തുന്ന സ്ഥിതിയാണ് മാനേജ്മെന്റ് അനുവർത്തിക്കുന്ന സമീപനം. ഇങ്ങനെയെല്ലാം ആയിരിക്കുമ്പോഴും ധൂർത്തിനൊരു കുറവുമില്ല. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് റിക്കവറി ജപ്തി നടപടി നേരിടുന്നവർ സ്വന്തം PF-ൽ 100 ലക്ഷം രൂപ ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 13 വർഷവും 10 മാസവും പഴക്കമുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ് ലാഭകരമായി ഓരോ ദിവസവും 8,000 മുതൽ 9,000 രൂപ വരെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ബസ് ആൾട്ടർ ചെയ്തിരിക്കുകയാണ്. 35 ലക്ഷം രൂപ കൊടുത്ത് വെറും 1 വർഷവും 2 മാസവും മാത്രമാണ് ആ ബസ് ഓടിക്കാൻ കഴിയുക. ഈ ബസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തഞ്ചാവൂരിലേക്ക് പോയൊരു ബസ് അപകടത്തിലായി. 10 വർഷം പഴക്കമുള്ള ബസ്സാണ്. UDF-ന്റെ കാലത്ത് ഒരു പുതിയ ബസ് വാങ്ങിയാൽ 5 വർഷം മാത്രമേ ദീർഘദൂര സർവീസുകൾ നടത്തുകയുള്ളൂ. ബാക്കി 5 വർഷവും ബാക്കി 10 വർഷം ലോക്കൽ ഓർഡിനറി സർവീസായിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റ് സർവീസായിട്ടുമൊക്കെ ഓടുകയാണ്. ദീർഘദൂര സർവീസ് ഓടിക്കില്ല. ഓരോ മാസവും ഇങ്ങനെ ശമ്പളത്തിന് വേണ്ടി മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ തെരുവിലിറങ്ങി സമരം ചെയ്തേണ്ട ഒരു ഗതികേടിലാണ് തൊഴിലാളികൾ ഉള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാപ്പകൽ സമരം TDF നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.